ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ നമ്മുടെ പോരാട്ടം CPM-നെതിരായ പോരാട്ടമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനങ്ങളുടെ മുന്നിൽ ഒരു പരാജയം തന്നെയാണ്. ഒരു രംഗത്തും അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഒരു നല്ല വ്യവസായ അന്തരീക്ഷവും കേരളത്തിലില്ല. കേരളത്തിൽ ഉള്ള ഈ സർക്കാരിനെതിരായിട്ട് എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ഒറ്റക്കെട്ടായി നടത്തുന്ന ഒരു പോരാട്ടമാണ്. അതിനോടൊപ്പം അദ്ദേഹം ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അല്ല, അന്താരാഷ്ട്ര ഏജൻസികൾ തന്നെ കൊടുക്കുന്ന ഈ ഗവൺമെന്റ് തന്നെ ആയിരിക്കുമല്ലോ. വേറെ ആകാശത്ത് പൊട്ടിക്കണമെന്നൊന്നും ആയിരിക്കത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞ കോവിഡ് കാലത്ത് നടന്നൊരു PR ഏജൻസികളുടെ കളിയുടെ അതുപോലെയുള്ളൊരു കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെടും. കേരളത്തിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു, ചെറുപ്പക്കാർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു, ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളൊന്നും ഇവിടെ ലാഭകരമായി പ്രവർത്തിക്കുന്നില്ല, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോന്ന് തകർന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? അല്ലെ, അതെനിക്കറിയില്ല. ഞാൻ എൻ്റെ നിലപാടാണ് പറഞ്ഞത്. ഡിവൈഎഫ്ഐയുടെ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി മാർച്ച് 1-2 തിരുവനന്തപുരത്ത് നടക്കുന്നത്. അതിൽ ശശി തരൂരിനെ റഹീം അടക്കമുള്ള നേതാക്കൾ വന്ന് ക്ഷണിച്ചു. ഒഴിവില്ലാത്തത് കൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചു. ഒഴിവുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പങ്കെടുക്കും. ഇപ്പോൾ ഡിവൈഎഫ്ഐയും SFIയും ആദ്യം റാഗിങ്ങും അക്രമ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കട്ടെ, എന്നിട്ടാണ് സ്റ്റാർട്ടപ്പിലേക്ക് പോകുന്നത്. കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും എതിരായ നിലപാടാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ SFI സ്വീകരിക്കുന്നത്. റാഗിങ് പ്രതികളെ സംരക്ഷിക്കുക. ഇന്നലെ സിദ്ധാർത്ഥന്റെ 1ാം ചരമദിനമായിരുന്നു. ആ സിദ്ധാർത്ഥനെ കൊന്ന ആളുകളെ മുഴുവൻ സംരക്ഷിക്കുകയാണ് ഡിവൈഎഫ്ഐയും SFIയും. ഭീകര സംഘടനകളെ പോലെയാണ് ഡിവൈഎഫ്ഐയും SFIയും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആദ്യം അവർ ചെയ്യേണ്ട കേരളത്തിലെ ക്യാമ്പസുകളിലെ റാഗിങ് അവസാനിപ്പിക്കണം. റാഗ് ചെയ്യുന്ന SFIക്കാരെ സംരക്ഷിക്കുന്ന ഡിവൈഎഫ്ഐ അവസാനിപ്പിക്കണം. എന്നിട്ടാണ് സ്റ്റാർട്ടപ്പും കാര്യങ്ങളും നടത്തുന്നത്. ബന്ധപ്പെട്ട് ഇപ്പോൾ സംസാരിക്കാൻ പറ്റിയ ഏറ്റവും യോഗ്യൻ ശശി തരൂർ എന്നുള്ളതാണ് റഹീം പറഞ്ഞത്. അല്ല, റഹീം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ അല്ലല്ലോ പറഞ്ഞേ. തിരുവനന്തപുരത്ത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ തിരുവനന്തപുരത്തുകാർക്ക് അറിയാം. അപ്പൊ ഇതെന്തുകൊണ്ടാ പറയുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. രണ്ട് ഏജൻസികൾ ഗ്ലോബൽ ഇക്കോസിസ്റ്റം റിപ്പോർട്ട് ഇന്റർനാഷണൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്, അത് സെൻട്രൽ ഗവൺമെന്റിന്റെയാണ്. ഇത് രണ്ടും ഉദ്ധരിച്ചുകൊണ്ടാണ് തരൂര് ലേഖനം എഴുതിയതെന്നാണ് പറഞ്ഞത്. CPM-ന്റെ അല്ലല്ലോ ഈ രണ്ട് ഏജൻസി എന്നും. CPM-ന്റെ ഗവൺമെന്റ് കൊടുക്കുന്ന ഡേറ്റകൾക്കനുസരിച്ചല്ലേ ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇവരെല്ലാ കോവിഡിന്റെ കാലത്ത് ഇത് തന്നെയാണ് ചെയ്തത്. കള്ളക്കണക്കുകൾ കൊടുക്കുക, തെറ്റായ ഡേറ്റകൾ കൊടുക്കുക, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, ദേശീയ അന്തർദേശീയ തലത്തിലുള്ള പത്രങ്ങളെ വാർത്തകൾ കൊടുക്കുക. ഇതെല്ലാം നിരന്തരമായി CPM ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇതൊന്നും CPIയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ലല്ലോ. ഇവിടെ മറ്റ് ഘടകകക്ഷികളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ലല്ലോ. ഘടകകക്ഷികൾ തന്നെ ഇപ്പോൾ ടോളിനെതിരായി CPI രംഗത്ത് വന്നിരിക്കുന്നു. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ കമ്പനികൾക്കെതിരെ പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ ഇടതുമുന്നണിയിലാണ് പ്രശ്നങ്ങൾ. ഇടതുമുന്നണിയാണ് ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ നയങ്ങൾക്കെതിരായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.